അപ്പോൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റ് ഇത് ഡെൽറ്റ ടി ബി എന്ന് എഴുതാറ്, ഡെൽറ്റ ടി ബി. ഇനി ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മൾ ഒരു ബീക്കറിൽ കുറച്ച് വാട്ടർ എടുത്താൽ ആ വാട്ടറിന് ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു വേപ്പർ പ്രഷർ ഉണ്ടാവും. അപ്പോൾ ആ വേപ്പർ പ്രഷർ, ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സിനാണ്. ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് സ്ട്രോങ് ആണെങ്കിൽ ഈ മോളിക്യൂളിൻ്റെ എസ്കേപ്പിംഗ് ടെൻഡൻസി കുറയും. അപ്പോൾ നമുക്ക് കുറച്ച് വേപ്പേഴ്സ് മാത്രമേ ഇതിൻ്റെ മുകളിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റൂ. ശരിയല്ലേ? അപ്പോൾ അപ്പോൾ എമൗണ്ട് ഓഫ് വേപ്പർ കുറയും. അപ്പോൾ ആ വേപ്പർ അപ്ലൈ ചെയ്യുന്ന പ്രഷറും കുറയും, വേപ്പർ പ്രഷർ കുറവായിരിക്കും. അപ്പോൾ സ്ട്രോങ്ങർ ദി ഇൻ്റർമോളിക്കുലർ ഫോഴ്സ്, ദെൻ എന്തായിരിക്കും, ലോവർ ഈസ് ദി വേപ്പർ പ്രഷർ. അതേസമയത്ത് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് വീക്കാണെങ്കിലോ മോളിക്യൂൾ പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യും. അപ്പോൾ വി കൻ എക്സ്പെക്ട് മോർ വേപ്പേഴ്സ്, റൈറ്റ്? സോ അത് അപ്ലൈ ചെയ്യുന്ന പ്രഷറും എന്ത് ചെയ്യും, കൂടും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് സ്ട്രോങ് ആകുമ്പോൾ വേപ്പർ പ്രഷർ കുറയും, ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് വീക്ക് ആകുമ്പോഴോ വേപ്പർ പ്രഷർ കൂടും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇൻ്റർമോളിക്കുലർ ഫോഴ്സ്. വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു intermolecular force. intermolecular force. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഒരു വോളട്ടൈൽ സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുന്നു. ഉദാഹരണത്തിന് നമുക്ക് വാട്ടറിന് എടുക്കാം. വാട്ടർ വോളട്ടൈൽ ലിക്വിഡാണ്. വാട്ടർ വോളട്ടൈൽ ലിക്വിഡ് ആണെങ്കിൽ അതിലേക്ക് ഞാൻ നോൺ വോളട്ടൈലായ ഗ്ലൂക്കോസ് ചേർക്കണം. നോൺ വോളട്ടൈലായ ഗ്ലൂക്കോസ്. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇത് പ്യുവർ വാട്ടറാണ്. ഞാൻ ഈ ബീക്കറിലേക്ക് കുറച്ച് ഗ്ലൂക്കോസ് ചേർക്കും. ഗ്ലൂക്കോസ് ചേർക്കുമ്പോൾ ഞാൻ ഒരു യൂണിറ്റ് വോളിയം കൺസിഡർ ചെയ്യാം. ഇതാണ് യൂണിറ്റ് വോളിയം ഇരിക്കുക. യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ 1 ml. ഞാൻ ഈ സർക്കിൾ ചെയ്ത ഭാഗമാണ് ആ ml എടുക്കുക. അതേ സർക്കിൾ ചെയ്ത ഭാഗമാണ് ഞാനിവിടെ വരക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് ആ സർക്കിൾ ചെയ്ത ഭാഗം. അപ്പോൾ അതിൽ വെള്ളമുണ്ടാവും, പിന്നെ ഏതുണ്ടാവും, ഗ്ലൂക്കോസ് ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ഗ്ലൂക്കോസ് അവിടെ വന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ ഗ്ലൂക്കോസ് മോളിക്യൂളിന് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്ഥലം വേണ്ടേ? ആ സ്ഥലം എങ്ങനെ കിട്ടുന്നു? ഏരിയ. ആ ഏരിയയിലുള്ള ചില മോളിക്യൂളിനെ അവിടുന്ന് പുറത്താക്കിയിട്ട് by displacing some of the water molecules from the same area. അപ്പോൾ ഇതാണ് 1 ml ഉള്ള വാട്ടറിൻ്റെ എണ്ണം. കണ്ടാവും? ഇപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്തില്ലേ, 1 2 3 4 5. ഇതിലാണെങ്കിൽ ആ യൂണിറ്റ് വോളിയത്തിൽ കുറേ വാട്ടർ മോളിക്യൂളില്ലേ. അപ്പോൾ ആ വോളട്ടൈൽ ലിക്വിഡിൻ്റെ മോളിക്യൂൾസിൻ്റെ എണ്ണം ഇതിൽ കുറഞ്ഞു. അതുകൊണ്ട് വേപ്പർ പ്രഷർ എന്ത് ചെയ്യും? കുറയും. അത് മനസ്സിലായല്ലോ? അതായത് ഒരു നോൺ വോളട്ടൈൽ സൊല്യൂട്ട് ഒരു വോളട്ടൈൽ സോൾവെന്റിലേക്ക് ചേർത്താൽ വേപ്പർ പ്രഷർ കുറയും. നിങ്ങളതിൻ്റെ ലോജിക്ക് മനസ്സിലായോ? അതായത് വെള്ളത്തിന് വേപ്പർ പ്രഷർ ഉണ്ട്, ഗ്ലൂക്കോസിന് വേപ്പർ പ്രഷർ ഇല്ല. അപ്പോൾ വെള്ളത്തിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും വേപ്പർ പ്രഷർ കൂട്ടിയതല്ലേ ടോട്ടൽ വേപ്പർ പ്രഷർ വേണ്ടത്. പക്ഷേ വാട്ടറിനേക്കാൾ വേപ്പർ പ്രഷർ കുറവാണ് ആർക്ക്? വാട്ടറിലേക്ക് ഗ്ലൂക്കോസ് ആഡ് ചെയ്ത ഗ്ലൂക്കോസ് സൊല്യൂഷന്. അപ്പോൾ ശരിക്ക് അതിലുള്ള വാട്ടർ, ആ ബീക്കറിലുള്ള വാട്ടർ കംപ്ലീറ്റ് ഇവിടെ ഉണ്ട്. എന്നിട്ടും വേപ്പർ പ്രഷർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ ആ വേപ്പർ പ്രഷർ കുറയാനുള്ള റീസണാണ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പം എന്താണ് റീസൺ? നമ്പർ ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. നിങ്ങൾ വെറുതെ ഗസ് ചെയ്യുക, ഇതൊരു ml ആണെന്ന് ഗസ് ചെയ്യുക. അതിലുള്ള വാട്ടർ മോളിക്യൂളിൻ്റെ എണ്ണവും ഇതിലുള്ള വാട്ടർ മോളിക്യൂളിൻ്റെ എണ്ണവും കുറഞ്ഞില്ലേ? എന്താ പറയാൻ കാരണം? നേരത്തെ അവിടെ നിന്ന് വാട്ടർ മോളിക്യൂളിന് പുറത്താക്കിയിട്ടുണ്ട്. ആര്? ഗ്ലൂക്കോസ് മോളിക്യൂൾ. ക്ലിയർ? സോ എന്ത് പറയാൻ പറ്റും? ഒരു സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ഏതിനേക്കാൾ കുറവായിരിക്കും? പ്യുവർ സോൾവെൻറ്റിനേക്കാൾ കുറവായിരിക്കും.
ക്ലിയർ ആയി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ വോളറ്റൈൽ സോൾവെൻറ്റ് വേപ്പർ പ്രഷർ ഡിക്രീസസ്. വെൻ എന്താ ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസ്? വെൻ എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ വോളറ്റൈൽ സോൾവെൻറ്റ്. എ വോളറ്റൈൽ, എന്താ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ വേപ്പറായി മാറുന്നത്. വോളറ്റൈൽ സോൾവെൻറ്റ്, ദി വേപ്പർ പ്രഷർ ഡിക്രീസസ്. എന്താ അതിൻ്റെ കാരണം? ദിസ് ഈസ് ഡ്യൂ ടു ദി decrease in number of solvent molecules per unit volume. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ പറഞ്ഞത്? അപ്പോൾ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ഒരു സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെൻറ്റിനേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ലെസ് ദാൻ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ്. സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെൻറ്റിനേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. ശരിയല്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ കുറയുക എന്ന് പറഞ്ഞ അർത്ഥം നമുക്കറിയാം. എന്താ ബോയിലിംഗ് പോയിൻറ്റ്? ഏത് ടെമ്പറേച്ചറിലാണോ ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ 1 atmosphere തുല്യമാകുന്നത്, അതാണ് എന്ത്? ബോയിലിംഗ് പോയിൻറ്റ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. ഇതാണ് വേപ്പർ പ്രഷർ, ഇതാണ് ടെമ്പറേച്ചർ ഗ്രാഫെങ്കിൽ ഇതാണ് ഗ്രാഫ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ബോയിലിംഗ് പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ? ഇവിടെയാണ് 1 atmosphere ഇരിക്കുക, ഈ പോയിൻ്റാണ് 1 atmosphere. അങ്ങനെയാണെങ്കിൽ ഇതിന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെമ്പറേച്ചറിൻ്റെ ആക്സിൽ മീറ്റ് ചെയ്യല്ലോ. ഇതാണ് അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്. അപ്പോൾ ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ വളരെ കുറവാണെങ്കിലോ, ആ കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്താലേ അത് എത്ര അറ്റ്മോസ് ആവും? 1 atmosphere ആവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം വേപ്പർ പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിൻറ്റ് കൂടും. വേപ്പർ പ്രഷർ കൂടുമ്പോഴോ ബോയിലിംഗ് പോയിൻറ്റ് കുറയും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? വേപ്പർ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോയിലിംഗ് പോയിൻറ്റ്. ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യൂടെ? വേപ്പർ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോയിലിംഗ് പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ വേപ്പർ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോയിലിംഗ് പോയിൻ്റ് ആണെങ്കിൽ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ സോൾവെൻറ്റിനേക്കാൾ കുറവല്ലേ? അപ്പോൾ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് ഏതിനേക്കാൾ കൂടുതലായിരിക്കും? സോൾവെൻറ്റിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഞാനിവിടെ എഴുതി ശ്രദ്ധിക്കുക, വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ലെസ് ദാൻ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ്. Therefore, boiling point of solution. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് സൊല്യൂഷൻ എന്നാണ് ഞാൻ എഴുതിയിട്ടില്ലേ. ഈ ബോയിലിംഗ് പോയിൻ്റ് ടി എന്ന് എഴുതിയിട്ട് താഴെ ബി എഴുതും. അത് സൊല്യൂഷൻ ആണെങ്കിൽ ടി ബി ഇത് മാത്രം എഴുതും. ഗ്രേറ്റർ ദാൻ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്. ക്ലിയർ? അത് പ്യുവർ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ആണെങ്കിൽ ടി നോട്ട് ബി എന്ന് എഴുതും. നമ്മൾ നേരത്തെ പി നോട്ട് എന്ന് എഴുതിയ പോലെ ടി നോട്ട് ടെമ്പറേച്ചർ ആകുന്ന ടി. ക്ലിയർ ആയില്ലേ? അപ്പോൾ ബോർഡിലും നോക്കുക, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഐഡിയ പറയാൻ വേണ്ടി പോയെന്ന്. അപ്പോൾ അത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിൻറ്റിലേക്ക് എത്തിക്കണം നമ്മൾക്ക്. ആദ്യം ഞാൻ ബോർഡിൽ എഴുതി നോക്കുക, ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് കൂടുന്തോറും കുറയും. ഓക്കെ, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട്, ഉദാഹരണത്തിന് ഗ്ലൂക്കോസ്, ഒരു വോളറ്റൈൽ സോൾവെൻറ്റ്, ഉദാഹരണത്തിന് വാട്ടർ, അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ കുറയും. അതിൻ്റെ അർത്ഥം ഗ്ലൂക്കോസ് ചേർത്ത ഒരു 20 ml വെള്ളമുണ്ട്, അതിൽ
നമ്മളൊരു 1 ഗ്രാം ഗ്ലൂക്കോസ് ചേർത്തു. 20 ml വെള്ളം മാത്രമുള്ളത് ഇതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് വേപ്പർ പ്രഷറും അതിലേക്ക് 1 ഗ്രാം ഗ്ലൂക്കോസ് ചേർത്ത് ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏതിലാണ് സോൾവെൻറ്റ് കുറയുക? ഗ്ലൂക്കോസ് ചേർത്ത ആ സൊല്യൂഷനിലാണ് സോൾവെൻറ്റിൻ്റെ എണ്ണം യൂണിറ്റ് വോളിയത്തിൽ കുറയുക. അതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഷൻ എത്താം? വേപ്പർ പ്രഷർ ഓഫ് when a non-volatile solute is added to a volatile solvent, vapor pressure decreases. അതിന് കാരണം decrease in number of solvent molecules per unit volume. ശരിയല്ലേ? ഇനി ഞാൻ പറയുന്നു വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ലെസ് ദാൻ വേപ്പർ പ്രഷർ ഓഫ് ഏത് പ്യുവർ സോൾവെൻറ്റ്. വേപ്പർ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോയിലിംഗ് പോയിന്റ്. ഒന്നുകൂടി ഞാനിവിടെ എഴുതിപ്പോയി, കുഴപ്പമില്ല. വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ലെസ് ദാൻ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഗ്രേറ്റർ ദാൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷനെ നമ്മൾ ഏതുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക? ടി ബി. അപ്പോൾ എന്താ ഈ ടി ബി എന്ന് പറഞ്ഞാൽ? ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. എന്താ ടി നോട്ട് ബി? ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്. ഓക്കെ, കറക്റ്റ്? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടി ബി ആണോ കൂടുതൽ, ടി നോട്ട് ബി ആണോ? ടി ബി അല്ലേ കൂടുതൽ. അപ്പോൾ കൂടുതലുള്ളതിൽ നിന്ന് മറ്റത് മൈനസ് ചെയ്യുക. അപ്പോൾ ടി ബി നിന്ന് ടി നോട്ട് ബി മൈനസ് ചെയ്യുക. ഓക്കെ, ആ ടി ബി നിന്ന് ടി നോട്ട് ബി മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ഡെൽറ്റ ടി ബി. അതിന് നമ്മൾ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയും. ഓക്കെ, യെസ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇപ്പോൾ പറഞ്ഞ പ്രകാരം ടി ബി ഏതിനേക്കാൾ കൂടുതലാണ്? ടി നോട്ട് ബിയേക്കാൾ കൂടുതലാണ്. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ടി ബി ഗ്രേറ്റർ ദാൻ ടി നോട്ട് ബി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതിൽ നിന്ന് ഇത് കുറക്കുക? ടി ബിയിൽ നിന്ന് ടി നോട്ട് ബി കുറക്കുക. ആ കിട്ടുന്ന ഡിഫറൻസിനെ നമ്മൾ ഡെൽറ്റ ടി ബി എന്ന് പറയും. ലൈക്ക് ക്ലിയർ ആയില്ലേ? അപ്പോൾ വാട്ട് ഈസ് ഡെൽറ്റ ടി ബി ഈക്വൽ ടു ടി ബി മൈനസ് ടി നോട്ട് ബി. എന്താ ടി ബി? ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. എന്താ ടി നോട്ട് ബി? ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിലേ യെസ്, ഇതാണ് ഡെൽറ്റ ടി ബി. ഇതിന് നമ്മൾ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയും. അതാണ് ഇത് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി ഈസ് ദി difference between boiling point of solution and boiling point of solution and boiling point of pure solvent. Boiling point of pure solvent. Okay, pure solvent. അപ്പോൾ എല്ലാവർക്കും എന്താണ് എലിവേഷനും ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മളൊരു ചെറിയൊരു വർക്കേ ഉള്ളൂ. പല പരീക്ഷണങ്ങൾ ചെയ്തു. അതായത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ മൊളാലിറ്റി. ഇപ്പം നമ്മൾ 1 മോൾ ഗ്ലൂക്കോസ് 1 കിലോഗ്രാം വെള്ളത്തിലേക്ക് ചേർത്തു. മൊളാലിറ്റി 1 അല്ലേ? ആണ്, മൊളാലിറ്റി 1 ആണ്. അപ്പോൾ മൊളാലിറ്റി 1 ആണെന്ന് പറഞ്ഞാൽ 1 മോൾ ഗ്ലൂക്കോസ് 1 കിലോഗ്രാം വെള്ളത്തിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ് വിളിക്കാം? 1 മോൾ ഗ്ലൂക്കോസ് 1 കിലോഗ്രാം വെള്ളം. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് വരയ്ക്കും 1/180 ഡിവൈഡ് ബൈ 1/180 പ്ലസ് 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഗ്രാമ 1000 ഗ്രാം. 1000/18. എന്താ ഈ 18? മോളിക്കുലർ മാസ്. ഇത് 1/180 ഏതാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഏത്? ഗ്ലൂക്കോസ്. 1000/18 നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. ഓക്കെ, ഞാൻ ഉദാഹരണത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മോൾ ഫ്രാക്ഷനാണ് ഇത്. ഇനി ഒന്നിന് പകരം 2 ഗ്രാം ഗ്ലൂക്കോസ് ആണോ ചേർത്തെങ്കിലോ ഇത് 2/180 ആവും. അപ്പോൾ എന്താണ്? അപ്പോൾ 1 ഗ്രാം ഗ്ലൂക്കോസ് 1 കിലോഗ്രാം വെള്ളത്തിലേക്ക് ചേർത്ത സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ഡെൽറ്റ ടി ബി 2 ഗ്രാം ഗ്ലൂക്കോസ് ചേർത്താൽ ഉള്ളതിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, അത് കാണിക്കുന്നത് 1 ഗ്രാം ഗ്ലൂക്കോസ് 1 കിലോഗ്രാം വെള്ളത്തിലേക്ക് ചേർക്കുമ്പോഴാണോ 2 ഗ്രാം ഗ്ലൂക്കോസ് 1 കിലോഗ്രാം വെള്ളത്തിലേക്ക് ചേർക്കുമ്പോഴാണോ ഏതിനാണ് കൂടുതൽ മോൾ ഫ്രാക്ഷൻ?
ഏതിനാണ് കൂടുതൽ മോൾ ഫ്രാക്ഷൻ ഉണ്ടാവുക? 2 ഗ്രാം അല്ലേ? 2 ഗ്രാം. ഓക്കെ, 2 ഗ്രാം ചേർക്കുമ്പോഴാണ് കൂടുതൽ ഉണ്ടാവില്ലേ? അപ്പോൾ എന്ത് മനസ്സിലായി? എന്ത് പറയാൻ പറ്റും? ഡെൽറ്റ ടി ബി മോൾ ഫ്രാക്ഷൻ കൂടുന്തോറും എന്തോരം എന്ത് ചെയ്യും? മോൾ ഫ്രാക്ഷൻ കൂടുന്തോറും എന്ത് ചെയ്യും? കൂടും. പക്ഷേ ഡെൽറ്റ ടി ബി മോൾ ഫ്രാക്ഷൻ കൂടുന്തോറും കൂടുന്നു എന്ന് പറയുന്നതിനേക്കാൾ മോൾ ഫ്രാക്ഷൻ കൂടുമ്പോൾ ഡെൽറ്റ ടി ബി കൂടുന്നുണ്ടെങ്കിൽ മോൾ ഫ്രാക്ഷനും മൊളാലിറ്റി തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ മൊളാലിറ്റി കൂടുമ്പോൾ എന്ത് കൂടുന്നു പറഞ്ഞാൽ മതി? ഡെൽറ്റ ടി ബി കൂടുന്നു പറഞ്ഞാൽ മതി. ക്ലിയർ? അപ്പോൾ എങ്ങനെ മനസ്സിലായി വെച്ചാലോ, എക്സ്പെരിമെൻ്റലി അല്ലെ, പരീക്ഷണം ചെയ്തതിലൂടെ മനസ്സിലായതാണ് എന്ത്? ഡെൽറ്റ ടി ബി ഏതിന്? experiments have been found that എന്താണ്? ഡെൽറ്റ ടി ബി പ്രപ്പോർഷണൽ ടു എം. ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞു മോൾ ഫ്രാക്ഷൻ പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞില്ലേ? മോൾ ഫ്രാക്ഷൻ ഇൻ ടേൺ പ്രപ്പോർഷണൽ ടു ഏത്? മൊളാലിറ്റി. ഒരു ഏതെങ്കിലും ഒന്നിൻ്റെ മോൾ ഫ്രാക്ഷൻ, ഇപ്പോൾ ഗ്ലൂക്കോസ് സൊല്യൂഷൻ്റെ മോൾ ഫ്രാക്ഷൻ ഏതിനാണോ കൂടുതൽ അതിനായിരിക്കും കൂടുതൽ മൊളാലിറ്റി. അപ്പോൾ ഡെൽറ്റ ടി ബി പ്രപ്പോർഷണൽ ടു എം. അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഉപ്പ് ചേർക്കാറില്ലേ? അല്ലേ? എന്തിനാണ് അത് ചെയ്യുന്നത്? അതായത് വെള്ളം എത്ര മണിക്കൂർ നമ്മൾ ചൂടാക്കിയാൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്രയും ഉണ്ടാവുള്ളൂ? 100 ഉണ്ടാവും. പക്ഷേ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്താലോ അതിന് ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പോൾ ആ കൂടിയ ബോയിലിംഗ് പോയിന്റ് വേണം, 100 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതൽ ബോയിലിംഗ് പോയിന്റ് വേണം എന്തിന്? എഗ്ഗ് ബോയിൽ ചെയ്യാൻ. മനസ്സിലായോ? അപ്പോൾ അതാണ് അതിൻ്റെ റീസൺ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും? അപ്പോൾ കൂടുതൽ ഉപ്പ് ചേർത്താലോ തിളക്കാൻ കൂടുതൽ സമയം എടുക്കും. അതിനെന്താ കാരണം? കാരണം നമ്മൾ വെള്ളം മാത്രം തിളപ്പിക്കുമ്പോൾ വെള്ളവും തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങല്ലേ ബ്രേക്ക് ചെയ്യണ്ടു. അപ്പോൾ അതിന് പകരം അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ അതിൽ Na+ പിന്നെയോ Cl- ഉണ്ടാവും. ആ ഉപ്പിലുള്ള Na+ഉം NaCl ഇങ്ങനെ ബ്രേക്ക് Na+ഉം Cl- ആവും. ആ Na+ഉം വെള്ളവും തമ്മിൽ ഒരു ഇഷ്ടം ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരെന്താണ്? അയോൺ ഡൈപോൾ ഇൻട്രാക്ഷൻ. Cl- വെള്ളവും തമ്മിൽ ഒരു ഇഷ്ടം ഉണ്ടാവും. അതിനെ വിളിക്കുക അയോൺ ഡൈപോൾ ഇൻട്രാക്ഷൻ. അത് സ്ട്രോങ് ആണ്. ഇതിനേക്കാൾ വെള്ളവും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനേക്കാൾ സ്ട്രോങ് ആണ്. അപ്പോൾ ഈ ഉപ്പിലുള്ള സോഡിയം ക്ലോറൈഡിലുള്ള ഈ അയോണുകൾ വെള്ളത്തിലുണ്ടാകുമ്പോൾ വെള്ളത്തിന് മുകളിലോട്ട് പോകാൻ താല്പര്യം ഉണ്ടാവില്ല. എന്താ കാരണം? വെള്ളത്തിന് ആരും ഇഷ്ടമായി? ഈ അയോണുകൾ ഇഷ്ടമായി. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നിർബന്ധിച്ചിട്ട് മുകളിലോട്ട് പറഞ്ഞേക്കണ്ടേ? അപ്പോൾ നമ്മൾ കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കണം. അപ്പോൾ ബോയിലിംഗ് പോലും എന്ത് ചെയ്യും? കൂടും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഡെൽറ്റ ടി ബി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? എം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി ബി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ ബി ഇൻറ്റു എം. ക്ലിയർ? എ കോൺസ്റ്റന്റ് കെ ബി ഇൻറ്റു എം. ആ കെ ബിയെ നമ്മൾ മോളാൽ എലവേഷൻ കോൺസ്റ്റന്റ് വിളിക്കും. കെ ബി ഈസ് ഈക്വൽ ടു എന്താണ്? മോളാൽ എലവേഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, മോളാൽ എലവേഷൻ കോൺസ്റ്റന്റ് അതിന് വിളിക്കുക. ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്, എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. യെസ്, എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കണം. പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് വാട്ട് ഇസ് ഡെൽറ്റ ടി ബി? ഡെൽറ്റ ടി ബി ഈക്വൽ ടു ടി ബി മൈനസ് ടി നോട്ട് ബി. വാട്ട് ഇസ് ടി ബി? ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. വാട്ട് ഇസ് ടി നോട്ട് ബി? ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്? ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. ഓക്കെ, പിന്നെ പരീക്ഷണത്തിലൂടെ എന്താ മനസ്സിലായത്? ആ ഡെൽറ്റ ടി ബി ഏത് കൂടുന്തോറും കൂടും? മൊളാലിറ്റി. അപ്പോൾ ഡെൽറ്റ ടി ബി പ്രൊപ്പോർഷണൽ ടു എം. അപ്പോൾ ഡെൽറ്റ ടി ബി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ ബി ഇൻറ്റു എം. വാട്ട് ഇസ് കെ ബി? കെ ബി ഇസ് നോൺ ആസ് മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ്. എന്താ അതിൻ്റെ മറ്റൊരു പേര്? എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഈ കെ ബിയുടെ ഡെഫിനിഷൻ കണ്ടുപിടിക്കണം. ഓക്കെ.